ഹലോ ബാക്ക് ടു മൈ വീഡിയോ. ഞാനാണ് ഗോഡ്. അപ്പോൾ ഗൈസ് ഞാൻ എവിടെ നിൽക്കുന്നത് ഞാൻ നിൽക്കണത് എൻ്റെ വീടിൻ്റെ ബിൽഡ് കംപ്ലീറ്റ് ആയി. നൈസ് വീടല്ലേ ഗൈസ്? ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് വേണം എപ്പോഴും പറയാനൊക്കെ. ഗൈസ് നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട് അത്യാവശ്യം കുഴപ്പമില്ല. എനിക്ക് താമസിക്കാനുള്ളതാണ്. വീടില്ല കാരണം എനിക്ക് വീഡിയോ അത്ര നന്നായിട്ടൊന്നും അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വീഡിയോ റെഡിയബിൾ അല്ല. ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചത് ഇതല്ല ഞാൻ വിചാരിച്ചത് നമ്മുടെ അയൺ ഫാം നമ്മുടെ മൈനിങ് ഏരിയ ഒന്ന് സെറ്റാക്കാനാണ്. ഇവിടെ മൈനിങ് ഏരിയ ഉണ്ട്. നമ്മളിവിടെ മൈനിങ് ഏരിയ ഒന്ന് സെറ്റാക്കാനുണ്ട്. നമ്മളിതിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചതാണ്. ബട്ട് നമ്മുടെ ഈ വീഡിയോ പാർട്ട് 4 ഇട്ടപ്പോൾ നമ്മുടെ ഒരു ബ്രോ ഒന്ന് ഇട്ടൊരു കമൻ്റാണ് ഒരു കൗ ഫാർമ് ഷീപ്പ് ഫാർമ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കൊരു കൗ ഫാർമ് ഷീപ്പ് ഫാർമ് ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ ഗോള്. നെക്സ്റ്റ് ഒന്ന് ചിലപ്പോൾ അടുത്ത പ്രാവശ്യം മൈനിങ് ഏരിയ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് എവിടെ പണിയും? എനിക്കൊരു ഐഡിയ ഇല്ല എവിടെ പണിയുമെന്ന്. ഞാൻ കുറേ നോക്കി, എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ഒരു ഫ്ലാറ്റ് ഏരിയ വേണം. ഇവിടെ ആയിട്ട് പണിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അടുക്കാണ്. ഈ മൂലക്കാട്ട് പണിതാലും ആലോചിക്കും. കുറച്ചും കൂടെ അത് ഇങ്ങോട്ട് കുറച്ച് ബ്ലോക്ക് വെച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് വീട്ടിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ ഉദ്ദേശിച്ച വീടിന് കുറച്ച് ഹെവിൻ്റെ ആവശ്യമുണ്ട്. എന്താ പൈസ ഒരു ലാഗ് വരുമ്പോഴാണ് വന്നിരിക്കുന്നത്. എന്തോ ഒരു ലാഗ് പ്രോബ്ലം ഉണ്ട്. ഞാൻ നെറ്റാക്ക് പോലും എടുത്തില്ല. ലാഗാവുന്നു പറഞ്ഞ് നെറ്റാക്കെല്ലാം ചെയ്തത്. അതുകൊണ്ടാണ് ഇഷ്ടമായ പൊട്ടി. ഷെയ്ഡർ എനിക്ക് ഓൾറെഡി ഇടുന്ന ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറൽ നോർമൽ മൈൻക്രാഫ്റ്റ് ഈസ് ഗുഡ്. സോ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമാണെങ്കിൽ ഞാനൊക്കെ ഇടാം. ഇത്ര ഉള്ളു. നമ്മളെ വീഡിയോയിലോട്ട് പോകാൻ പോകണം. അതുകൊണ്ട് മാറിക്കള പന്നി പന്നി മാറി നിൽക്കണം. അയ്യോ സത്തില്ലേ, ഭയം വേണം. ഗൈസ് അത് മാത്രമല്ല, എനിക്കൊരു ചെറിയ ഡൗട്ടും കൂടെ ചോദിക്കാനുണ്ട്. അപ്പോൾ ഡൗട്ട് ഒന്നല്ല 2 ഡൗട്ടുണ്ട്. എനിക്ക് ഉടനെ തന്നെ അടുത്ത എപ്പിസോഡിൽ ചിലപ്പോൾ ബയോം കണ്ടുപിടിക്കാനാണ്. സ്പ്രൂസുള്ള ബയോം ബയോമൊന്നും കണ്ടുപിടിക്കാം. പിന്നെ ആ ബയോമിൻ്റെ പേരെന്താണെന്ന് പറയണേ. നമ്മുടെ ആദ്യത്തെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പ്രൂസിൻ്റെ ആ ഒരു ബയോമിൻ്റെ പേരൊന്ന് അറിയാമെന്ന് പറഞ്ഞു തരണം. സെക്കൻഡ് ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ അടുത്തിരിക്കുന്ന ഈ ഗോളം ഉണ്ടല്ലോ, ഈ കോപ്പർ ഗോളം, നമ്മുടെ റോബോട്ട്, പുള്ളി ഒന്ന് ഇവിടുന്ന് 5 ബ്ലോക്ക് ലോങ്ങേ പോകണുള്ളു. എൻ്റെ ഈ സ്റ്റോണിൻ്റെ അവിടെയും വുഡിൻ്റെ അവിടെയും വന്നിട്ട് സാധനം കൊണ്ട് വെക്കുന്നില്ല. ഹൗ എന്ന് എനിക്കറിയത്തില്ല. ഈ ഹൗ എന്ന് അറിയത്തില്ല എന്തോടൊക്കെ പറഞ്ഞു. എനിക്ക് എന്താ കാര്യമൊന്നും എനിക്കിപ്പോഴും ഒരു പിടുത്തവും ഇല്ല. അതിൻ്റെ ഡോറൊക്കെ തുറക്കറിയാം. എന്താണ് ഈ പരിപാടി? എനിക്ക് ആദ്യമായിട്ട് ഞാൻ കോപ്പർ കുളത്തം ഉണ്ടാക്കുന്നത്. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്, കൊള്ളാം. ബട്ട് ഇത് കുറച്ച് ടാസ്ക്കാണ്. അവിടെ വരെ പോകണില്ല. കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറയുക. ബാക്കിയെ സോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാ ചെസ്റ്റും സോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മേലത്തെ ചെസ്റ്റ് ഇപ്പോൾ ലീഫ് താഴത്തെ ചെസ്റ്റ്
നന്നായിട്ട് വെയിറ്റ് ചെയ്യാം. ഇതെന്തോന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ സിൽക്ക് ടച്ച്. എവിടെ നിന്ന് കിട്ടി? നമ്മുടെ ഫിഷ് ഫാർമിൽ നിന്ന് കിട്ടി. സെക്കൻഡ് സിൽക്ക് ടച്ച്, അൺബ്രേക്കിംഗ് 3, ഫെദർ ഫോളിങ്, പിന്നെന്തുവാ അത്രയൊക്കെ തന്നെ 3 സാധനങ്ങളാണ് ഗുണമുള്ളത്. പിന്നെ മെൻഡിങ് ഈ മെൻഡിങ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിക്കാക്സിൽ ആഡ് ചെയ്യാനാണ്. സോ പിന്നെ ഈ സിൽക്ക് ടച്ചും പിക്കാക്സിൽ ആഡ് ചെയ്യാനാണ്. പിന്നെ ഈ സിൽക്ക് ടച്ച് നമ്മുടെ ഇതിൽ എന്തുവാ ഷവലിൽ ആഡ് ചെയ്യാനാണ്. വേറെ അത്രേ ഉള്ളു. വേറെ ലൂട്ട് ഇടുന്നില്ല, നമുക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ബിൽഡിൻ്റെ വീഡിയോ ഇടുന്നില്ല, കാരണം നല്ല ലെങ്താകും. പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്ന അപ്പോൾ വീഡിയോ കാണത്തില്ല. ലാസ്റ്റ് വീടുണ്ടാക്കി വീടല്ലെന്ന് നമ്മളെ ബിൽഡായിട്ട് ഉണ്ടാക്കുന്ന വലിയ ഫാർമായിട്ടൊന്നുമല്ല. ജസ്റ്റ് 4-3 കൗ കാണും, 4-3 ഷീപ്പ് കാണും. അവരൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഫാർമ് സെറ്റപ്പാണ്. ഗൈസ് ഇതെന്താണെന്ന് ചോദിക്കരുത്. ഞാൻ അബദ്ധത്തി വാതിൽ തുറന്നിട്ട് ഫിഷ് ചെയ്തതാണ്. ക്രീപ്പർ വന്നു പൊട്ടിത്തെറിച്ചു, 2 വട്ടം മരിച്ചു. സംഭവം ഇത്ര കയ്യിരിക്കുന്ന ഫിഷ് കണ്ട. ഒരു സ്റ്റാക്കാണ് ഞാൻ വേവിച്ചത്. കണ്ട കഴിച്ച് ഇത്രയും. എഫിഷ്യൻസി 4, പ്രൊട്ടക്ഷൻ 3, ഷാർപ്നെസ് 3, അത് 2. പിന്നെ എന്തുവാ അക്വ എഫിനിറ്റി, പിന്നെ ഫെദർ ഫോളിങ്. ഇത് 2ആണ്. ഫെദർ ഫോളിങ് ഷൂവിനിടാം, ബൂട്ടിനിടാൻ ഉള്ളതാണ്. പിന്നെ പ്രൊട്ടക്ഷൻ 4. ഡെൻസിറ്റി എന്ന് പറയുന്നത് മിക്സിലിടാനുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എനിക്കറിയത്തില്ല. പിന്നെ എഫിഷ്യൻസി 4, ഇതൊക്കെ പിക്കാക്സിലിടാൻ ഗുണമാണ്. പിന്നെ നമുക്കുള്ളത് ഡെൻസിറ്റി 4 തന്നെ. മൾട്ടി ഷൂട്ടുണ്ട്, എഫിഷ്യൻസി 5 ഉണ്ട്. പിക്കാക്സിനും മാക്സിനൊക്കെ ഉള്ളതുണ്ട്. പിന്നെ ഈ ടൂൾസൊക്കെ മാറി ഡയമണ്ട് ടൂൾസ് ആക്കണം. പിന്നെ എന്തോ നമ്മുടെ കുറേ ചൂണ്ട ഇട്ടിട്ടുണ്ട്, പക്ഷേ മെൻഡിങ് ഉള്ള ചൂണ്ട എനിക്കുണ്ട് ഓർച്ചറിൽ. പിന്നെ എനിക്കൊരു ഡൗട്ടുണ്ട്, അത് കുറച്ച് വലിയ ഡൗട്ടാണ്. ഈ കോഴ്സ് ഓഫ് ഫാൻഷ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്, അതിവിടെ വല്ല കാണും. അത് ഇത് തന്നെ കോഴ്സ് ഓഫ് ഫാൻഷി. ഇത് കൊണ്ടുള്ള ഗുണം എന്താണ്, ഐ മീൻ ഇത് കൊണ്ടുള്ള പ്രത്യേകത, ഇതിനെന്ത് പ്രത്യേകത ആണുള്ളതെന്നും കൂടെ പറയണം ഗൈസ്. ഇത്രേ ഉള്ളത്. നമ്മൾ നിൽക്കുന്നു, ചൂണ്ട വീണ്ടാത്താണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്ത് കുറേ നേരം നിൽക്കുന്നു. ഞാൻ ഈ സാധനങ്ങൾ 2 രാത്രി കൊണ്ടാണ് ഉണ്ടാക്കിയത്. 2 രാത്രിയല്ല, നമുക്ക് അങ്ങനെയൊക്കെ തന്നെ. ഇവിടെയൊക്കെ മണ്ണിട്ട് മൂടണം. ഇപ്പം മണ്ണിട്ട് മൂടാത്ത മണ്ണിട്ടൊക്കെ മൂടാം. ഇതൊക്കെ മൂടാവുന്നുണ്ട്, ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോണത് ഇവിടാണ്. തരാം ഗൈസ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ സബ് ചെയ്യുക, പിന്നെ കൂട്ടുകാർക്കൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അവിടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, അപ്പോൾ അവർക്കും കൂടി ഇഷ്ടപ്പെടുമ്പോൾ അവരും കൂടെ കാണും, അവരും കൂടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഗൈസ് നമ്മൾ ഇവിടെയാണ് ബിൽഡ് ഉണ്ടാക്കാൻ വേണം. ആദ്യം റിസോഴ്സ് ആദ്യം ഒപ്പിക്കാം. ഇതിപ്പോൾ വരാം ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ റിസോഴ്സൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ബിൽഡിനായിട്ട് ആവശ്യമുള്ളത്. പിന്നെ 3 കവും 3 ഷീപ്പും അത് പോട്ടെ, നമുക്ക് പിന്നെ ഒപ്പിക്കാം. അത് നമ്മൾ ഇവിടെ ഇവിടെ മൊത്തം ഒന്ന് ഫില്ലാക്കാൻ പോകണം. ഓക്കെ, അതുകൂടെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ബിൽഡ് ചെയ്യാം. പിന്നെ വേറെ കാര്യം കൊണ്ട് നമ്മളത് ഈ ഒരു വീറ്റ് ഫാർം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ട് വെക്കുന്നതായിരിക്കും. അത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ഇത് ഫസ്റ്റ് ബിൽഡാണ്, ഫസ്റ്റ് അല്ല സെക്കൻഡ് ബിൽഡാണ്. സെക്കൻഡ് ബിൽഡ് ഇപ്പം വരെ വരത്തില്ലേ. ഓക്കെ, നമ്മളിവിടെ മൊത്തം ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം പൊടിച്ച് കളയണം. എല്ലാം പോട്ടെ എല്ലാം പോട്ടെ. എല്ലാം വായോ.
എല്ലാം പോയോ. ഇനി അടുത്ത് നമ്മുടെ പൊട്ടാറ്റോ നമുക്ക് ഞാൻ ഈ പൊട്ടാറ്റോ ശേഖരിക്കാൻ കാരണം വില്ലേജായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിനായിട്ടാണ്. ബ്രീഡർ ഉണ്ടാക്കുമ്പോൾ 2 വില്ലേജർ എനിക്ക് മതി സത്യം പറഞ്ഞാൽ. ഓക്കെ, ഇനി തന്നെ ഇത് സെറ്റായിക്കോളും. ഓക്കെ, ഇതും കൂടെ കഴിഞ്ഞു. ഇനി ഇതും കൂടെ ഓക്കെ. ഇനി നമുക്കിവിടെ ഒരു ബിൽഡ് കുറച്ച് വലുതാണ്, അതാണ് ഞാൻ അവിടെ മൊത്തം പൊട്ടിച്ചാൽ ഇവിടെ ഒരു ബിൽഡ് ഉണ്ടാക്കാം. ജസ്റ്റ് നിങ്ങളെ കാണിച്ച് തരത്തില്ല. ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ഇനി കാണാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് 1 മിനിറ്റ്. ഓക്കെ ഗായ്സ് അങ്ങനെ നമ്മൾ നമ്മുടെ വീട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. സോറി ഗൈസ്, വീടല്ല, ഒരു പശുത്തൊഴുത്താണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പശുത്തൊഴുത്ത്, പശുവുണ്ട്, ആടുണ്ട്, ഇതുണ്ട്. അത് നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. കാരണം ഇതിൻ്റെ ആവശ്യമില്ല. ബട്ട് നമ്മൾ നിങ്ങളിതേപോലെ അടുത്തായിട്ട് എന്തെങ്കിലും ബിൽഡ് ഉണ്ടാക്കാൻ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അതും പറയുക, അതും ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ബിൽഡ് കാണിക്കണ്ടേ ഗൈസ്. ഈ 2 ഡേ എങ്ങനെയുണ്ട് ഗൈസ് ബിൽഡ്? 2 ആട് അല്ല 3 ആട്, 4 പശു അവിടെ കൂടി പോയി കിടക്കുകയാണ്. പശു 2 ആട്, 4 പശു. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു വീറ്റ് ഫാർം ജസ്റ്റ് ഫോർ ഡെക്കറേഷൻ. പിന്നെ ഇവിടെ ചെറിയ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴുത്തിയോട് കുടി കഴുത്തുകൂടി കിടക്കുന്നത് ഇവിടെ മാറിക്കിട. അത് പിന്നെ പശുവിന് കുടിക്കാനായിട്ട് നമ്മൾ വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട്, വീറ്റുണ്ട്. ഇങ്ങനെ അല്ലറ ചില്ലറ ഡീറ്റെയിലിങ്. പിന്നെ നമ്മൾ അയണില്ലാഞ്ഞിട്ടല്ല ഗൈസ് നമ്മൾ അയൺ ലാൻഡേൺ വെക്കാഞ്ഞത്. നമ്മുടെ ഇത് നമ്മൾ ആദ്യമായിട്ടല്ലേ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ അയൺ ലാൻഡേൺ വെച്ചാൽ എൻ്റെ കുറേ ആണുണ്ട്, സ്റ്റാക്ക് ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. അപ്പം നിങ്ങൾ സബ് ചെയ്യുക. എങ്ങനെയുണ്ട് ഇത് പറയുന്നത് പശുത്തൊഴുത്ത്, അത് തന്നെ എങ്ങനെയുണ്ടെന്ന് പറയുക. പിന്നെ നിങ്ങൾ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കുറച്ച് താമസിച്ചായിരിക്കും വരുന്നത്. 3 ദിവസം അല്ല 2 ദിവസം കൊണ്ട് റെക്കോർഡ് ചെയ്യുന്നതാണ്. 3ാമത്തെ ദിവസമായിരിക്കും വീഡിയോ ഇടുന്നത് ഗൈസ്. അപ്പോൾ സബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ കമൻറ്റ് നിങ്ങൾക്ക് ഇങ്ങനത്തെ വല്ല ബിൽഡ് ഐഡിയ, പിന്നെ ഇങ്ങനത്തെ പരിപാടി വല്ലതും അറിയാമെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമ്മൾ കളിക്കുന്നതാണ്, നമ്മൾ ഇനിയും ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.